രാവിലെ തന്നെ ബഗ്ദാദിലെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഓണായിട്ടാണുള്ളത്. മഴ ആയത് കാരണം കുടയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായോണ്ട് അവിടെ ഈ ഒരു റെയിൻകോട്ട് സെല്ല് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്ത് പിന്നെ റൂമുണ്ടായിരുന്നത് താജ് ഹോട്ടലിൻ്റെ ബാക്കിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനൊക്കെ നടന്നാൽ മതിയായിരുന്നു. അപ്പം താജ് ഹോട്ടൽ, ഇന്ത്യ ഗേറ്റൊക്കെ കാണാൻ വേണ്ടി വന്നു. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ഇന്നർ ചൈൽഡ് ഓണായി. ഞാൻ ഭയങ്കര ഹാപ്പിയായി തുള്ളി ചാടി നടക്കുന്നു. അപ്പോഴാണ് ഈ ഒരു തിരമാല ഞാൻ കാണുന്നത്. അത്രക്കും നല്ല തിരയുണ്ടായിരുന്നെ. സാധാരണ ഇവിടെ ബോട്ടൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. എലഫന്റ കേവ്സിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. പക്ഷേ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി റെയിനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് കുഴങ്ങി. അന്നേരം ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായി. പിന്നെ താജ് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അന്നേരം ഒരു ഡ്രൈവർ ഞങ്ങളെ പിന്നാലെ കൂടി നിങ്ങളെ ഞാൻ സിറ്റി ടൂർ കാണിക്കാമെന്നും പറഞ്ഞ് അങ്ങേര് ഞങ്ങളെ പിടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് മറൈൻ ഡ്രൈവിലായിരുന്നു. അവിടെ ഇതേ സെയിം അവസ്ഥ. സാധാരണ നല്ല പ്ലസൻ്റാണ്. ഇവിടെ നല്ല ഹെവി റെയിനാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റാർ കണ്ടത്. ഭയങ്കര കൗതുകമായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സിറ്റി ടൂറിന് പോയി. ഈ ബിൽഡിങ്ങിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട്. പക്ഷെ അന്നേരം ഡ്രൈവർ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊന്നും ഓർമ്മയില്ല. വീഡിയോ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സിറ്റി ടൂറൊക്കെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ അംബാനീൻ്റെ വീടൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങളോട് ഛത്രപതി ശിവാജി എന്താ പറയുക സ്റ്റേഷന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് എന്തൊക്കെയോ കാണിച്ചു തന്നു. ആ ഡ്രൈവർ ഭയങ്കര നൈസായിരുന്നു കേട്ടോ. നൈസ് പേഴ്സൺ ആയിരുന്നു ഞാൻ മുംബൈയിൽ കണ്ടതിൽ വെച്ച്. അപ്പോൾ